ഗൈസ്, നമ്മളിപ്പോൾ നാനോ ടെക്നോളജിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്തിൽ നമ്മൾ നാനോ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് ആണ്. ഇപ്പം പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമ്മൾ നോർമലി ഒരു കാര്യത്തിനെ കമ്പയർ ചെയ്യുന്നത് എന്തായിരിക്കും? ഇപ്പം നമ്മൾ നാനോ റേഞ്ചിലുള്ളതിനെ ബൾക്ക് പ്രോപ്പർട്ടീസുമായിട്ട് ആണ് കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് രണ്ടിൻ്റെ കേസിലും, ബൾക്കിൻ്റെ കേസിലാണെങ്കിലും നാനോയുടെ കേസിലാണെങ്കിലും അത് എന്ത് ചെയ്യുന്നു? ചിലത് സൈസിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ചിലത് സൈസിന് ഡിപ്പെൻഡബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ബൾക്ക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അത് കോൺസ്റ്റൻറ്റും ആയിരിക്കും, സൈസിന് ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. നാനോ സ്കെയിൽ റേഞ്ചിലേക്ക് വരുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സൈസിന് ഡിപ്പെൻഡബിൾ ആയിരിക്കും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, തെർമൽ, ഒപ്റ്റിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് നാനോ പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസാണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ, നാനോ മെറ്റീരിയലിൻ്റെ കേസിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വിച്ച് വിൽ ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ സൈസ്. ഇഫ് ഇറ്റ് ഈസ് സ്മാളർ ദ സൈസ്, ലെസർ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് imperfections and such as dislocations, vacancies, grains, boundaries, etc. ഇനി അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഹാർഡ്നെസ് ആൻഡ് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഓൾസോ ഇൻക്രീസസ് ആസ് പാർട്ടിക്കിൾ സൈസ് ഡിക്രീസ്ഡ്. പാർട്ടിക്കിൾ സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഹാർഡ്നെസ്, ഈൽഡ് സ്ട്രെങ്ത് ഒക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇലാസ്റ്റിക് മൊഡ്യൂൾസ് ആൻഡ് ടഫ്നെസ് ഓഫ് മെറ്റീരിയൽസ് ഓൾസോ ഇൻക്രീസസ് ആസ് പാർട്ടിക്കിൾ സൈസ് ഈസ് ഡിക്രീസ്ഡ്. നാനോ മെറ്റീരിയൽസ് ആർ ക്വൈറ്റ് ബ്രിട്ടൈൽ ആൻഡ് ഷോസ് റെഡ്യൂസ്ഡ് ഡക്റ്റിലിറ്റി അണ്ടർ ടെൻഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ബൾക്ക് മെറ്റീരിയലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാനോ മെറ്റീരിയൽ ഇതിൽ വരുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് സൈസിൻ്റെ ഒരു ഇതാണ്, സൈസിന് ഡിപ്പെൻഡബിളായിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് അറ്റ് നാനോ സ്കെയിൽ ലെവൽ ഇഫ് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ചേഞ്ച് ദെൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ദ സർഫസ് ഈസ് വെരി ലാർജ്. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്നെസ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്ന പിന്നെ 50 നാനോമീറ്റർ റേഞ്ചിലാണെങ്കിൽ അത് ബൾക്ക് മെറ്റീരിയലിനേക്കാളും 2 times ആണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. 6 നാനോമീറ്റർ ആകുമ്പോഴത്തേന് അത് 5 times ഓഫ് ബൾക്ക് മെറ്റീരിയലാണ് ഉണ്ടാകുന്നത്. ഇതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി തെർമൽ പ്രോപ്പർട്ടിയാണ്. Thermal properties പറഞ്ഞാൽ smaller the particle, the lower its melting point of the point. The melting point of gold in bulk form is around 1200 Kelvin. The melting point temperature significantly decreases up to around 700 Kelvin when the particle size is decreased around 20 nanometer. മെൽറ്റിംഗ് പോയിൻറ്റ് ഗോൾഡിൻ്റെ ബൾക്ക് ഫോമിലിരിക്കുമ്പോൾ നമ്മൾ യെല്ലോ ഇതിൽ കാണുന്ന ആ ഒരു ബൾക്ക് ഫോമിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 1200 കെൽവിനാണ്. പക്ഷേ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നാനോ റേഞ്ചിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു? മെൽറ്റിംഗ് പോയിൻറ്റ് 700 ഇതിലേക്ക് വരുന്നു. 20 നാനോമീറ്ററിലാവുമ്പോഴത്തേക്ക് 700 കെൽവിനിലേക്ക് വരുന്നു. ഇവിടെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ഗോൾഡ് വിത്ത് പാർട്ടിക്കിൾ സൈസിൻ്റെ ഗ്രാഫാണ് ഈ ജസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നാനോ സ്കെയിലിൽ the electron cloud at the surface of metallic nanoparticle resonate with a different wavelength of light depending upon their frequency. ആ സർഫസിലുള്ള ഇലക്ട്രോൺസിനുണ്ടാകുന്ന ഒരു എന്താണ് റെസൊനേഷൻ, അല്ലെങ്കിൽ അത് റെസൊനേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ്. Depending on the size of the nanoparticles, the electrons cloud will be in resonance with a particular wavelength of light and absorb that wavelength. അത് ഏത് വേവ് ലെങ്തിലാണോ റെസൊനേറ്റ് ചെയ്യുന്നത് ആ വേവ് ലെങ്തിനെ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ബൾക്ക് ഗോൾഡ് ഈസ് യെല്ലോ ഇൻ കളർ വൈൽ നാനോ പാർട്ടിക്കിൾസ് ഗോൾഡ് ഈസ് റെഡ് ഇൻ കളർ. സിമിലർലി ബൾക്ക് സിലിക്കൺ ഈസ് ഓഫ് ഗ്രേ കളർ ബട്ട് നാനോ സ്കെയിൽ ഇറ്റ്സ് കളർ ഈസ് റെഡ്. In order to describe the optical properties, here we have some examples. Zinc oxide, which at bulk scale blocks ultraviolet light and scatters visible light and give white appearance. While nano-sized zinc oxide is very small in particle size compared with wavelength of visible light and it does not scatter it, thus it appears as transparent. സിങ്ക് ഓക്സൈഡ് ബൾക്ക് ഫോമിലാവുമ്പോഴത്തേന് അത് വൈറ്റ് അപ്പിയറൻസ് തരുന്നുണ്ട്. ഇവിടെ അതൊരു നാനോ സ്കെയിലിലേക്ക് വരുമ്പോഴത്തേന് സ്കാറ്ററിംഗ് ഒന്നും ഉണ്ടാകുന്നില്ല.
അതുകൊണ്ട് അതൊരു ട്രാൻസ്പെറൻറ്റ് ഇതാണ് നമുക്ക് തരുന്നത്. ഇനി ഇതിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് ആൻസറാണ് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ്. നമ്മളിപ്പോൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പം അവിടെ നമ്മൾ പറഞ്ഞു അതിൻ്റെ സർഫസിലുള്ള ഇലക്ട്രോൺസിന് ഇലക്ട്രോൺ ക്ലൗഡിന് ഒരു റെസൊനൻറ്റ് എഫക്റ്റ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. Plasmons are basically a quantum of plasma oscillations. The plasmons which are concentrated at the surface of materials are referred as surface plasmons, and they can be used to give color to the materials. So, who will give the color to a material? The surface plasmons. When nanoparticles are exposed to light of wavelength comparable to a wavelength of plasmons, the plasmons start interacting with these radiations. This phenomenon is known as surface plasmon resonance. ഈ നാനോ പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്ലാസ്മോൺസിൻ്റെ വേവ് ലെങ്തിന് കമ്പയറബിൾ ആയിട്ടുള്ള ആ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നു, തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു, ഈ റേഡിയേഷനുമായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്യുന്നു. ഈ ഫിനോമിനന് പറയുന്ന പേരാണ് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് എന്ന് പറയുന്നത്. ദ പ്രോപ്പർട്ടീസ് ഓഫ് സർഫസ് പ്ലാസ്മോൺസ് ആർ കൺട്രോൾഡ് ബൈ ദ ഷേപ്പ് ഓഫ് സർഫസ് വിച്ച് ഹോൾഡ്സ് ദീസ് പ്ലാസ്മോൺസ്. പ്ലാസ്മോൺസിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ സർഫസിൻ്റെ ഷേപ്പ്, the surface plasmons control the light that couples with it, and thus nanoparticles exhibit different colors. ഇതാണ് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആർ മെയിൻലി ഡിറ്റർമിൻഡ് ബൈ ഇലക്ട്രോണിക് മീൻ ഫ്രീ പാത്ത് വിച്ച് ഈസ് യൂഷ്വലി ഓഫ് ദ ഓർഡർ ഓഫ് 10 നാനോമീറ്റർ. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഇലക്ട്രോണിക് മീൻ ഫ്രീ പാത്ത് വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് 10 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. When the materials are transformed to a state of nanomaterials, the overall size of the conductor may be equal to or less than the mean free path. At this stage, electrons are confined at the surface, which increases the resistivity of nanoparticles. Electrical conductivity decreases with reduced dimensions due to increased surface scattering. Carbon nanotubes can be conducting or semi-conducting in behavior, while bulk carbon, which is graphite, is a good conductor of electricity. കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത് കണ്ടക്റ്റിങ്ങോ സെമി കണ്ടക്റ്റിങ്ങോ ആയിരിക്കും, ബൾക്ക് ഫോമിൽ കണ്ടക്റ്റിങ്ങോ ആയിരിക്കും. വൈൽ ബൾക്ക് കാർബണിൻ്റെ ഒരു ബൾക്ക് ഫോം എടുത്തു കഴിഞ്ഞാൽ ഈസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. നെക്സ്റ്റ് ഈസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. Bulk magnetic moments increases with decrease in coordination number. Smaller particles are more magnetic than bulk material. Nanoparticles are more magnetic than bulk materials. Ferromagnetic materials exhibit super ferromagnetism at nano grain size. ബൾക്ക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, നാനോ ഗ്രെയിൻ സൈസിലേക്ക് വന്നു കഴിയുമ്പോൾ അത് സൂപ്പർ ഫെറോമാഗ്നറ്റിക് ആയിട്ട് മാറുന്നു. പാരാമാഗ്നറ്റിക് എന്തായിട്ട് മാറുന്നു, ഫെറോമാഗ്നറ്റിക് ആയിട്ട് മാറുന്നുണ്ട്. നാനോ സൈസിലേക്ക് വരുമ്പോഴത്തേനും അത് ഫെറോമാഗ്നറ്റിക് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക്കിൻ്റെ സ്ട്രെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോയേഴ്സിവിറ്റിയും സാച്ചുറേഷനും വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. മാഗ്നറ്റൈസേഷൻ വാല്യൂ, കോയേഴ്സിവിറ്റി, സാച്ചുറേഷൻ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെങ്ത്, ഒരു മാഗ്നറ്റിൻ്റെ സ്ട്രെങ്തിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ദീസ് വാല്യൂസ് ഇൻക്രീസസ് വിത്ത് എ ഡിക്രീസ് These values increases with a decrease in grain size and increases in the specific surface area of the grains. ഇത്രയാണ് നമ്മളുടെ മെയിൻ നാനോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. നാനോ പാർട്ടിക്കിൾസ് ആർ സെറാമിക് ബേസ്ഡ് കോട്ടിങ്സ് ദാറ്റ് മേക്ക് എ പെയിൻറ്റ് ലോട്ട് മോർ ഡ്യൂറബിൾ ആൻഡ് റെസിസ്റ്റൻസ് ടു റോക്ക് ചിപ്സ് ആൻഡ് സ്ക്രാച്ചസ്. In addition to holding up better to weathering, nanoparticles have richer and brighter colors than traditional pigments. നാനോപാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പെയിൻറ്റ്സിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പെയിൻറ്റിൻ്റെ കൂട്ടല്ല, കുറച്ചുകൂടെ അതിന് എന്ത് ചെയ്യുന്നു, ബ്രൈറ്റ്നസ്സും കളേഴ്സും ഒക്കെ, അല്ലെങ്കിൽ ബ്രൈറ്റ് കളേഴ്സും അതുപോലെ തന്നെ ട്രഡീഷണൽ പിഗ്മെൻറ്റ്സിൽ നിന്നും വേറൊരു പിഗ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. നാനോ ഡിവൈസസ് ആർ യൂസ്ഡ് ഫോർ ഡാറ്റ സ്റ്റോറേജ്. മോർ ഡാറ്റ യൂസ് ചെയ്യാൻ വേണ്ടി നാനോ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നു. യൂസിങ് നാനോ ടെക്നോളജി ഇറ്റ് വിൽ ബി പോസിബിൾ ഇൻ നിയർ ഫ്യൂച്ചർ ടു ഗ്രോ കാർഡിയാക് മസിൽ ടിഷ്യൂ ആർട്ടിഫിഷ്യലി. This will allow us to repair and restore a damaged human heart. നമുക്ക്
ഹ്യൂമൻ ഹാർട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാമേജ് ആയിട്ടുള്ള സെൽസൊക്കെ നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ചിപ്സിനകത്ത് നാനോ ടെക്നോളജി യൂസ് ചെയ്യാം. ഓട്ടോമൊബൈൽസ് വിത്ത് ഗ്രേറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി, ബെറ്റർ വെപ്പൺസ്, ഗൺ പൗഡർ, ഇലക്ട്രോമാഗ്നറ്റിക് ലോഞ്ചർ ഗൺ, large electrochromic devices displays information by changing colors when a voltage is applied. High definition TVs, the use of nano phosphorus render, very high resolutions, low cost flat panels display. ഇങ്ങനെ നമുക്ക് പല ആപ്ലിക്കേഷൻസിനകത്ത് എന്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നാനോ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.